നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം നല്ല ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനാവശ്യമായി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചാനൽ ഞാൻ നല്ല ബ്രാൻഡിങ്, മികച്ച വീഡിയോ ഐഡിയ, ഭയങ്കര നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അമിതമായി ചിന്തിച്ച് സമയം കളഞ്ഞിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ എന്ത് വീഡിയോ ഇടണമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ആദ്യം എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കണ്ടന്റ് ഇട്ട് ഞാൻ അങ്ങ് തുടങ്ങി. പിന്നീട് എനിക്ക് കൂടുതൽ ഐഡിയാസ് വന്നു തുടങ്ങി. ഞാനൊരു മികച്ച പ്ലാനിന് വേണ്ടി കാത്തു നിൽക്കാതെ അതൊക്കെ അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. മിക്ക ആളുകളും എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ച് സമയം കളയും. പക്ഷേ പെർഫെക്ഷൻ ഒരു കെണിയാണ്. അത് നിങ്ങളെ എപ്പോഴും പ്ലാനിങ് ഘട്ടത്തിൽ തന്നെ കുടുക്കി നിർത്തും. നിങ്ങൾക്ക് വേണ്ടത് ഒരു മികച്ച പ്ലാൻ അല്ല, മറിച്ച് മുന്നോട്ട് പോകാനുള്ള മൊമെൻ്റമാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മികച്ച പേരോ ലോഗോയോ ഉണ്ടാക്കാൻ മാസങ്ങളോളം തല പുകയ്ക്കാതെ ആദ്യത്തെ യഥാർത്ഥ സ്റ്റെപ്പ് എടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം അമിതമായി ചിന്തിക്കാതെ നിങ്ങളുടെ ആദ്യ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക. ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾ മികച്ചതാകില്ല, ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾ മികച്ചതാകൂ. നിങ്ങളുടെ ആദ്യ ശ്രമം ഒരിക്കലും മികച്ചതാവാൻ സാധ്യതയില്ല. അത് സാരവുമില്ല. ആരുടെയും ആദ്യത്തെ ഉൽപ്പന്നമോ ആദ്യത്തെ വീഡിയോയോ ആദ്യത്തെ ആശയമോ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമെന്നില്ല. അതുപോലെ വിജയിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. വിജയിക്കുന്നവർ മുന്നോട്ട് പോകും തോറും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോകും തോറും നിങ്ങൾ കൂടുതൽ പഠിക്കും. മിക്ക ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അത് എന്താണ് വർക്കൗട്ട് ആവുന്നതെന്ന് ഊഹിക്കുന്നതാണ്. സോ ആദ്യം പരീക്ഷിച്ച് നോക്കി അതിൽ നിന്നുണ്ടാവുന്ന റിസൾട്ട്സ് ആണ് നോക്കേണ്ടത്. എന്താണ് വർക്കൗട്ട് ആവുന്നതെന്ന് റിയൽ ആയിട്ട് കാണുക. ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തോട് നന്നായി പ്രതികരിച്ചാൽ അത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ടാൽ അതിൽ മാറ്റം വരുത്തി വീണ്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യം ഒരു മികച്ച പ്ലാനിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഏറ്റവും മികച്ച തന്ത്രങ്ങൾ വരുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അതിനാൽ കാത്തിരിക്കുന്നത് നിർത്തി ചെയ്യാനും വെളിയിൽ വെച്ച് വരുന്ന തടസ്സങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുൻപോട്ട് പോകാനും തുടങ്ങുക. കാരണം നിങ്ങളുടെ ഐഡിയ വർക്കൗട്ട് ആവാനുള്ള ഒരേ ഒരു വഴി അവയെ ശരിക്കും പ്രാക്ടിക്കലാക്കുക എന്നതാണ്.